എടുക്കാൻ കഷ്ടപ്പെടുന്ന നിമ്മി. ഞങ്ങൾ ആലപ്പുഴയിലെത്തി. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി സരസ് സ്റ്റേഡിയത്തിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 18 തുടങ്ങി 31 വരെ ചെങ്ങന്നൂരുള്ള ദേശീയ സരസ് മേളയാണ് കുടുംബശ്രീയുടെ. അപ്പോൾ വളരെ വൈവിധ്യമാർന്ന ഒരുപാട് പരിപാടികളുണ്ട്. നമ്മുടെ ലാലേട്ടനൊക്കെ വന്നിട്ടാണ് ഇനാഗ്രേറ്റ് ചെയ്തത്. സരസ് മേളയുടെ ചിഹ്നം ചീരു എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ നടന്ന് സരസ് മേളയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡ് കോർട്ടിലാണ് വന്നിട്ടുള്ളത്. ഫുഡ് കോർട്ടിൽ എല്ലാവിധ പല സ്റ്റേറ്റുകളുടെയും പല ജില്ലകളുടെയൊക്കെ വൈവിധ്യമാർന്ന പല രീതിയിലുള്ള ഫുഡ്സും നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. കൂപ്പൺ ഉണ്ട്. കൂപ്പൺ അനുസരിച്ചിട്ടാണ് നമുക്ക് കിട്ടുക. ഓരോ കൂപ്പൺ ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര രൂപയാണോ നമ്മുടെ ബഡ്ജറ്റ് അങ്ങനെ നമുക്ക് കൂപ്പൺ എടുത്ത് കഴിക്കാം. വേൾഡ് തന്നെ ഇവിടെ നമുക്ക് റെഡിയാണ്. പല ജില്ലകളുടെയും ഉണ്ട്. തൃശ്ശൂർ, പത്തനംതിട്ട, എറണാകുളം ജ്യൂസ് സ്റ്റാളുകളുണ്ട്. നമുക്ക് കൂപ്പൺ എടുത്തിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. കൂപ്പൺ ജിപേയും ക്യാഷ് പേയ്മെൻറ്റും നമുക്ക് അവൈലബിൾ ആണ്. 10, 20, 500, 100 ഒക്കെ ആയിട്ട് പല രീതിയിലുള്ള കൂപ്പൺസാണ് ഇവിടെ ലഭിക്കുക. ഇതാണ് ഞങ്ങളുടെ എറണാകുളത്തെ ഫേമസ് അമൃതേച്ചിയുടെ സ്റ്റാള്. ഇവിടെ എല്ലാ തരത്തിലുള്ള ജ്യൂസുകളും അവൈലബിൾ ആണ്. എല്ലാ കൈൻഡ് ഓഫ് വെറൈറ്റി ജ്യൂസസ് അവൈലബിൾ ആണ്. ചോക്ലേറ്റ് ഫൗണ്ടെയിൻ വരെ ഇവിടെ ഉണ്ട്. എല്ലാം ഇവിടെ ഫ്രഷ് ആയിട്ട് അടിച്ച്. ഇതാണ് നമ്മുടെ പപ്പ, ഇതാണ് നമ്മുടെ സ്വന്തം മമ്മി അമൃതേച്ചി. വന്നു കഴിയുമ്പോൾ വെറൈറ്റി ഓഫ് ഫുഡ് വെറൈറ്റീസ് ആണ് കാണാൻ പറ്റുക. ആലപ്പുഴയിലെ ചിക്കൻ കൊഴുക്കട്ട, അല്ലെങ്കിൽ കർണാടകയുടെ ഫുഡുണ്ട്. മൈസൂർ മസാല ദോശയും പനീർ ദോശ, പാലക് ദോശ, അസാം ബ്ലാക്ക് ചിക്കനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വയനാടിൻ്റെ പോത്തിങ്കാലുണ്ട്. പോത്തിങ്കാൽ വേണ്ടവർ ഇങ്ങോട്ട് വരിക. പാൽക്കപ്പയും ബീഫ് റോസ്റ്റും വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ രമ്യ ചേച്ചി കൂപ്പൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് പാൽക്കപ്പയും ബീഫ് റോസ്റ്റും. ഇത് ആന്ധ്രാപ്രദേശിൻ്റെ സ്റ്റാളാണ്. മടുക്ക ബിരിയാണി, BBQ ഒക്കെ ഇവിടെ ലഭ്യമാണ്. അവർ ഫ്രഷ് ആയിട്ട് BBQൻ്റെ എല്ലാ സാധനങ്ങളും സജ്ജമായിട്ട് വെച്ചിട്ടുണ്ട്. പടി സ്പെഷ്യൽ വനസുന്ദരി അവരുടെ ഒരു കൂട്ടും കാര്യങ്ങളും വെച്ചിട്ട് അവരുണ്ടാക്കുന്നതാണത്. കണ്ടെത്തി പാൽക്കപ്പയും പുലാവ്, കപ്പയും മീൻകറിയും, നൂഡിൽസ്, അട്ടപ്പാടി നൂഡിൽസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്, എന്തൊക്കെയാണത്. നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളാണ് കുട്ടികൾ വാങ്ങി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സാംസ്കാരിക വകുപ്പുമായിട്ട് ചേർന്നിട്ട് ഒരുക്കിയിരിക്കുന്നതാണ്. ഇതെന്തിനാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്, നിങ്ങൾക്ക് ആരാണെന്നൊന്ന് അത് ഞങ്ങൾ കണ്ടു, അത് പറഞ്ഞു. സാംസ്കാരിക വകുപ്പായിട്ട് ചേർന്നിട്ട് നടത്തുന്നതാണെന്ന് മനസ്സിലായി. നമ്മുടെ സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ളതാണ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ. സ്റ്റാഫുകളാണ് ഇത്രയും പേര്. നമ്മുടെ എക്യുപ്മെന്റ്സ് ഇവിടെ ഇരിക്കുന്ന പഴയ കാലത്തെ
40-50 വർഷങ്ങൾക്ക് മുമ്പെയുള്ള ക്യാമറകളും ലൈറ്റ് ഉപയോഗിച്ച ലൈറ്റുകളും അപ്പം അങ്ങനെ ഞങ്ങൾ കണ്ട് സരസ് മേളയിൽ നിന്ന് ഇറങ്ങി. ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാനുണ്ട്. അപ്പം എല്ലാവരും സരസ് മേളയിലേക്ക് പോരെ കേട്ടോ. ആലപ്പുഴ ചെങ്ങന്നൂർ മറക്കല്ലേ.